ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നെക്ലസാ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങ് വെച്ചേക്ക്. അതെ, അത് അഖില മൂത്ത മരുമകൾക്ക് വേണ്ടി വാങ്ങിച്ച നെക്ലസ്. അതാരെങ്കിലും അറിയാതെ എടുത്തു പോയെങ്കിൽ വച്ചിട്ട് പോകാം. പറഞ്ഞത് കേട്ടില്ലേ? ആരാ എടുത്തേന്ന് വെച്ചാ വെച്ചിട്ട് പോകാൻ. അല്ല മാം, എത്ര കാലമായിട്ട് ഇവരിവിടെ ജോലി ചെയ്യുന്ന, ഇതുവരെ ഇങ്ങനെയൊന്നും നടന്നിട്ടുമില്ല. മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്നവരാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നീ എന്തിനാ ഇവർക്ക് വേണ്ടി വക്കാലത്തും കൊണ്ടുവരുന്നേ? പിന്നെ നെക്ലസ് എന്താ പറന്നു പോയോ? ചേച്ചി ഒരുപാട് ആഗ്രഹിച്ച് സെലക്ട് ചെയ്ത നെക്ലസാ. ഇപ്പൊ ഇവിടെ ഇരുന്ന നെക്ലസ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ തന്നെ എടുത്തതാ. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. കാലങ്ങളായിട്ട് കോടിക്കണക്കിന് വില വരുന്ന ആഭരണങ്ങൾ ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നും നഷ്ടപ്പെടുകയോ എന്തിന് സ്ഥാനം മാറിയിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും നാളും സംഭവിക്കാത്തത് ഇന്ന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓരോരുത്തരെയും പരിശോധിക്കാൻ പോവുകയാണ് ഞാനിപ്പോ. പീറ്റർ. മാഡം. കമല. മാഡം, നെക്ലസ്. ആഹാ, അപ്പൊ ഇവളാണ് എടുത്തതല്ലേ? കൊള്ളാം. അയ്യോ, ഇതെങ്ങനെയാ വന്നെന്ന് എനിക്ക് അറിയില്ല. സത്യം ഞാൻ പറയണേ, ഞാനൊന്നും എടുത്തിട്ടില്ല. വായടക്കടി. പൂച്ചയെ പോലെ ഇരുന്നിട്ട് ഇവള് വന്ന് കയറിയത് മുതലേ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാ. ദാസേട്ടനെ ഓർത്ത് എല്ലാം ക്ഷമിച്ചു. ആനന്ദ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവൾക്കിവിടെ ജോലി കൊടുത്തു. ഇപ്പൊ കാണിച്ചത് കണ്ടില്ലേ? അയ്യോ മാഡം, കല്യാണി പട്ടിണി കിടന്നാലും ആരുടെ ഒന്നും മോഷ്ടിക്കില്ല. ഞങ്ങൾക്ക് ഉറപ്പാ. മതി അഭിനയം. തെളിവോടുകൂടി പിടിച്ചിട്ടും സൈഡ് പറയാ. മാഡം, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കണം. എന്റെ അച്ഛനാണ് സത്യം. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. വല്ലുകുഞ്ഞ്, അനുകുഞ്ഞ്, ഈ കല്യാണി മോഷ്ടിക്കില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇനി ഇവള് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. അത് തന്നെ ചേച്ചി, പോലീസിനെ അറിയിച്ച് ജയിലിൽ പിടിച്ചിടണം ഈ കള്ളിയെ.
എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. കളിയാക്കി എന്നെ ഇവിടെ ഇറക്കി വിട്ട സങ്കട സഹിക്കാൻ പറ്റില്ല എനിക്ക്. അമ്മ, കല്യാണി അത് ചെയ്യില്ല. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. പീറ്റർ, മാഡം, ഈ കള്ളിയെ പിടിച്ച് പുറത്താക്ക്. മാഡം, പുറത്തിറങ്ങാം. ഒരു നിമിഷം. നെക്ലസ് ആരാ എടുത്തതെന്ന് കണ്ടുപിടിച്ചു. ആ, കല്യാണി ഒഴികെ നിങ്ങൾ എല്ലാരും കുറച്ചു നേരം മാറി നിൽക്കും. ആനന്ദം, നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മേ, ഇതിന് നമ്മുടെ CCTV-യിൽ പതിഞ്ഞ എല്ലാ വിഷ്വൽസും ഉണ്ട്. നെക്ലസ് ആരാ മോഷ്ടിച്ചെന്ന് ഇതിന്നറിയാം. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. വിലാസിനി, നെറികേട് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിച്ചായിരുന്നോ നീ? വൃത്തികെട്ടവള്. നിന്റെ മക്കളെ ഓർത്ത് ഞാൻ ക്ഷമിക്കാം, അല്ലെങ്കിൽ ഇന്ന് അടിച്ച് പുറത്താക്കി പുണ്യാഹം തളിച്ചേനെ ഞാൻ. ഛീ! കഷ്ടം. നീ ഇപ്പോഴും രക്ഷപ്പെട്ടു അല്ലേടി? പക്ഷെ നിന്നെ ഈ വിലാസിനി തൃച്ചംബരത്ത് നിന്നും പുറത്താക്കി ചാണകവെള്ളം തളിക്കും. എനിക്ക് കിട്ടിയ ഈ അടി ഒരിക്കലും മറക്കില്ല ഞാൻ. ആ, ദാസേട്ടൻ ഇപ്പൊ എത്തിയുള്ളൂ അല്ലേ? അതെ. ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ല അറിഞ്ഞോ? ഇല്ല. എന്ത് പറ്റി? അത് പറ്റിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ നല്ലത്. നമ്മുടെ കല്യാണിയെ എല്ലാരും കൂടി കളിയാക്കി. കള്ളിയോ? ആ,
എന്ത് വന്നിട്ടുണ്ടെങ്കിലും സഹിക്കാം. പക്ഷെ കള്ളിയായിട്ട് കല്യാണം ജീവിച്ചിരിക്കില്ല. എനിക്കറിയില്ല ചേച്ചി, എങ്ങനെ ആ നെക്ലസ് എന്റെ പോക്കറ്റ് വന്നേന്ന്. കുറെ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നല്ലാതെ കല്യാണി ഇതുവരെ. അയ്യോ കരയില്ലേ ചേച്ചി, കരഞ്ഞ എനിക്ക് സങ്കടാവും. ഞങ്ങൾക്കറിയാലോ കല്യാണി, സങ്കടപ്പെടണ്ട. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അച്ഛാ, അറിഞ്ഞു കാര്യങ്ങള്. നീ മോഷ്ടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആഭരണം നിന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു? അത് നീ അറിയാതെ? അത് അറിയില്ല അച്ഛാ, എനിക്കറിയില്ല. അച്ഛനാണ് ഈ അനിയൻകുട്ടനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മതി. മാഡത്തിന്റെ മുമ്പിൽ വെച്ച് കമലയാണ് ആ നെക്ലസ് നിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തത്. അവരൊന്നും നിന്നെ കളിയാക്കാൻ നോക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും അതങ്ങനെ നിന്റെ അടുത്ത് വന്നു? പറയടി, പറയാൻ. കല്യാണി കുറ്റക്കാരിയല്ല. ദാസേട്ടാ, എല്ലാവർക്കും വിഷമായെന്നറിയാം, പ്രത്യേകിച്ച് കല്യാണിക്ക്. സോറി കല്യാണി, നീയല്ല നെക്ലസ് എടുത്തെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അത് പറയാനാ ഞാൻ വന്നത്. വി ആർ സോറി. ഓക്കെ? മോളല്ല കുറ്റക്കാരിന്ന് എങ്ങനെയാ മനസ്സിലായത്? എന്താ സംഭവിച്ച വാസ്തവത്തില്? അത് ഒരാൾക്ക് പറ്റിയൊരു അബദ്ധ, ഒരു മണ്ടത്തരം. നെക്ലസ് എടുത്ത ആളുടെ വീഡിയോ വീട്ടിലെ CCTVയിലൂടെ അമ്മ കണ്ടു. അപ്പോഴാ എല്ലാരും കൂടെ കല്യാണിയെ കുറ്റപ്പെടുത്തുകയാണെന്ന് മനസ്സിലായത്. സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു. കല്യാണിയെ വേദനിപ്പിച്ചതിന് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാ ഞാൻ. അത് സാരമില്ല. വലിയ കുഞ്ഞ് സോറി പറഞ്ഞതില്ല ഞങ്ങൾക്ക് സങ്കടം. പോട്ടെ കുഞ്ഞെ, സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ആരാ നെക്ലസ് എടുത്ത് എന്റെ മോളുടെ പക്കറ്റിലിട്ട്? ആർക്കാ ഇവളോട് ഇത്ര വിരോധം? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ദാസേട്ടാ, ആ നെക്ലസ് കാണാതെ പോയപ്പോ അത് ആരെടുത്താലും കല്യാണി എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഈ ദാസേട്ടന്റെ മോൾക്ക് അത് പറ്റില്ല. കുറ്റവാളി ആരാണെന്ന് അറിയാമെങ്കിലും ഇതുവരെ കല്യാണി അത് ആരോടും പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. ദാസേട്ടന്റെ മോൾക്ക് അത് പറ്റൂ. അതിന് പ്രത്യേക താങ്ക്സ്. നിങ്ങൾ അറിയേണ്ടത് നടന്നത് തൃച്ചംബരത്തിനുള്ളിലെ ചില കുടുംബ പ്രശ്നങ്ങളാണെന്ന്. അത് ഞങ്ങൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു. ഇപ്പൊ എല്ലാരും അതെല്ലാം വിട്ടിട്ട് സ്വന്തം ജോലിയാ നോക്ക്. മോളെ, അച്ഛനൊന്നും പറയണ്ട. പുറത്തു പറഞ്ഞില്ലെങ്കിലും ഞാൻ മോഷ്ടിച്ചു എന്ന് അച്ഛൻ സംശയിച്ചില്ലേ? എനിക്കെന്ത് സംഭവിച്ചാലും എത്ര മാനക്കേടുണ്ടായാലും അച്ഛൻ അതിനേക്കാൾ വലുത് അഖിലാണ്ടീശയുടെ അന്തസ്സാ. അത് ശരിയല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അച്ഛനൊന്നും മറക്കരുത്, ഈ കല്യാണിക്കൊരു മനസ്സുണ്ട്. ആ മനസ്സ് തകർന്നു പോകുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴല്ല, അച്ഛൻ എന്നെ ഇങ്ങനെ സംശയിക്കുമ്പോഴാ. കല്യാണി മരിക്കുവച്ച, പക്ഷേ ഒരിക്കലും ഒന്നും മോഷ്ടിക്കില്ല. ഇനിയെങ്കിലും അച്ഛൻ അത് മനസ്സിലാക്കണം. സർ, അകത്തേക്ക് വിളിക്കുന്നു.
ആ ആനന്ദ്, നമ്മുടെ ബ്രാൻഡ് അംബാസഡറെ തിരഞ്ഞെടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായി അപ്ഡേറ്റ്? എല്ലാം ഓക്കെയാണ് അച്ഛാ. നമ്മുടെ റിസോർട്ടിലെ തന്നെ ഓഡിറ്റോറിയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മാസമായിട്ട് മീഡിയ ഒന്നും ക്ഷണിച്ചിട്ടില്ല. എന്നാലും സഫീഷ്യന്റ് കവറേജ് കാണും. അതുപോലെ തന്നെ സെലക്ടഡ് ഓഡിയൻസിനെ വിളിച്ചിട്ടുള്ളൂ. മോഡൽസ് മുംബൈ, ബാംഗ്ലൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന്. ബാക്കിയെല്ലാം അതിന്റെ പ്രോപ്പർ വേ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗുഡ്. നീ ഇതെങ്ങോട്ടാ? ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. UK ഒരു കമ്പനിയുമായി നമ്മുടെ പ്രോഡക്റ്റിനെ ടൈപ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. ഡിസ്കസ് ചെയ്യണം. അത് നന്നായി. ഒരേ ഓട്ടോ ആണല്ലേ. കുറച്ചൊക്കെ ബിസിനസ് കാര്യങ്ങൾ അരവിന്ദുമായി ഷെയർ ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. വരട്ടെ അച്ഛാ. ആദ്യം അവന്റെ ഈ കുട്ടികളെ ഒന്ന് മാറട്ടെ. വലിയ താടിയും മുടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. തലച്ചോറ് ഇപ്പോഴും ഉറച്ചിട്ടില്ല. എന്നാ ചെല്ല്. അല്ല, നീയാണോ ഡ്രൈവ് ചെയ്യുന്നത്? ദാസ് വന്നില്ല? വന്നച്ച. പക്ഷെ കല്യാണിയുടെ കാര്യം അറിഞ്ഞപ്പോ ദാസേട്ടനാകെ ഡെസ്പായി പോയി. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. ആ, അത് നന്നായി. ഏതായാലും വിലാസിനെ കാണിച്ചത് കുറച്ച് കടന്ന കൈയായി പോയി. എന്ത് ചെയ്യാനാ, ഏത് കുടുംബത്തിലും കാണും ഇതുപോലെ ചില വിഷവത്തിക്കൾ. അയാളുടെ മുഖത്തെങ്ങനെ നോക്കുമെന്ന് ഓർക്കുമ്പോഴാ. ആ, നീ പൊയ്ക്കോ. ഞാൻ ദാസിനോട് നേരിട്ട് സംസാരിച്ചോളാം. ശരി അച്ഛാ. ഗുഡ് മോർണിംഗ് എവരിബഡി. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും സുസ്വാഗതം. നമുക്കറിയാം, പെണ്ണിന്റെ മറ്റൊരു പര്യായമാണ് സൗന്ദര്യം. ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവളുടെ മുഖത്തെ നാണം തന്നെ. തികച്ചും ലജ്ജാവതിയായി തീരുന്ന ഒരു പെൺകുട്ടിയുടെ സുന്ദര മുഖഭാവം ഒരിക്കലും ഒരു പുരുഷന് കിട്ടുകയില്ല. അവനത് സ്വപ്നങ്ങളിൽ മാത്രം. ഞാൻ പറഞ്ഞത് സമ്മതമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം. താങ്ക് യു വെരി മച്ച്. ഇനി പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന രണ്ടാമത്തെ ഘടകം, ക്യാൻ യു ഗെസ് വാട്ട് ഇറ്റ് ഈസ്? യെസ്, ഒട്ടും സംശയിക്കണ്ട, അത് അവൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് തന്നെ. നിങ്ങൾക്കറിയാം, ഇന്ന് മാർക്കറ്റിലും ബ്യൂട്ടി സ്പായിലും നൂറുകണക്കിന് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ മോഡൽസിനെ ഉപയോഗിച്ച് വലിയ വലിയ പരസ്യങ്ങൾ അവയ്ക്കുണ്ടെങ്കിലും അവ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സുകൾ പലപ്പോഴും മാരകമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടുന്ന കോസ്മെറ്റിക്സുകൾ യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കാത്ത നാച്ചുറൽ പ്രോഡക്ട്സ് ആയിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറില്ലേ? ആ മോഹം സബലീകരിക്കുകയാണ് ഇന്നിവിടെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുറത്തിറക്കുന്ന ഹെർബൽ പ്രോഡക്ട്സിലൂടെ. പുറത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇത് ആനന്ദ് ഗ്രൂപ്പിന്റെ ഹോട്ടൽ ശൃംഖലയിലെ ഒരു റിസോർട്ടാണ്. ആനന്ദ് ഗ്രൂപ്പ് പുറത്തിറക്കുന്ന കോസ്മെറ്റിക് ഹെർബൽ പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് അംബാസിഡറെ തിരഞ്ഞെടുക്കുന്ന ബ്യൂട്ടി കോntest ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിലെ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് മറ്റാരുമല്ല, ഈ കാണുന്ന നിങ്ങൾ തന്നെയാണ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറും ബിസിനസ് മാഗ്നറ്റുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എത്തിയാലുടനെ തന്നെ ഈ ചടങ്ങ് ആരംഭിക്കുന്നതാണ്. അമ്മ, ഞാനിപ്പോ വരാവേ. മീര വന്നേ. എന്താടി, നിനക്ക് എന്ത് പറ്റി? എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഉള്ള ഒരു പ്രശ്നത്തിനെ ഒഴിവാക്കാനാ എന്റെ ശ്രമം. പ്രശ്നം ഒഴിവാക്കാനോ? നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ,
നീ ഈ പേപ്പറിനകത്ത് നിന്റെ സുന്ദരമായ കൈയക്ഷരം വെച്ച് കല്യാണി ദാസ് എന്നെഴുതണം. അതെന്തിനാ? ആദ്യം നീ എഴുത്, ബാക്കി പിന്നല്ലേ.